ശിവാനിയെ പ്രണയിച്ചതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളായിരുന്നു ആദ്യം. അവളെ കെട്ടിക്കൊണ്ടുവരുന്നെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വഴക്കുകളുണ്ടായി ഇവിടെ. അമ്മ വിഷം വരെ കഴിക്കാൻ വേണ്ടി പോയി. എന്നിട്ടനുസരിച്ചോ ഞാൻ? ഇല്ല. അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നു. എന്നിട്ടോ? എന്നിട്ടെങ്കിലും സമാധാനം തരാൻ പറ്റുമോ എനിക്ക്? അന്നെനിക്ക് ശിവാനി മാത്രമായിരുന്നു ശരി. അവളുടെ വാക്കുകളായിരുന്നു വേദവാക്യം. എന്തൊക്കെയാ ഞാൻ ചെയ്തു കൂട്ടി? ഈ കുടുംബത്തിന് തന്നെ ശത്രുവായ CKC കൂട്ടുപിടിച്ചു. അവര് തമ്മിത്തലുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ അവരുടെ പക്ഷത്ത് നിന്നു. കുറെ കാലം അങ്ങനെ സമാധാനം കെടുത്തി ഞാൻ. അത് കഴിഞ്ഞപ്പോ അവള് തന്നെ ഒരു പ്രശ്നക്കാരിയായിട്ട് മാറി. പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞൊരു നാടകം കളിച്ചു. ഒരു വിധത്തിൽ അവളെ ഒന്ന് ഒഴിവാക്കിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഞാനായിട്ട് തന്നെ അടുത്ത പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഐശ്വര്യന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് തോന്നിയ നിമിഷം എല്ലാം നല്ലതിനെ ആവുമെന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോയി. പക്ഷെ അത്തരം പ്രതീക്ഷകളൊക്കെ ഞാനങ്ങ് വിടുക. എനിക്കൊന്നും വേണ്ട. ഭാര്യയും കുട്ടികളും പ്രേമവും ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ഐശ്വര്യമായിട്ടുള്ള ബന്ധം ഇതോടെ ഞാനങ്ങ് അവസാനിപ്പിക്കുക. എനിക്ക് വലുത് എൻ്റെ വീട്ടിലെ സമാധാനം. ഞാൻ കാരണം ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എല്ലാം വെച്ച് നിർത്തുക ഞാൻ. അമ്മേ, ഒരപേക്ഷയുണ്ട് എനിക്ക്. ഈ വീട്ടിൽ ഓരോരുത്തരും ഒറ്റപ്പെട്ട് ഓരോ ഭാഗങ്ങളിൽ കിടക്കുക. അത് മാറണം. ഇന്ന് ഈ വീട്ടിൽ ഒരു വക വെച്ചുണ്ടാക്കിയിട്ടില്ല. അമ്മ നെണീറ്റേ ചെന്ന് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുക. എനിക്ക് ഈ സങ്കടം സഹിക്കുന്നില്ല അപ്പുറം. അമ്മേ പ്ലീസ് അമ്മ, എന്ന് എണീക്ക്. അടുക്കളയിലോട്ടൊന്ന് ചെല്ല്. നിനക്ക് വിശക്കുന്നെങ്കിൽ നീ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്ക്. അല്ലാതെ ഒന്നിനും എനിക്ക് വയ്യ. നീ ഒന്ന് പോയി തരാവോ? എനിക്ക് കുറച്ചു നേരം സമാധാനമായിട്ടൊന്ന് കിടക്കണം.